BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴ. റോയലോ കോലാനി, തൊടുപുഴ. ലെൻസസ് ആൻഡ് ഫ്രെയിംസ്, കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ, തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. നമസ്കാരം. EBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മദ്യപാനികൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും സൗകര്യമൊരുക്കി കൊടുത്ത തൊടുപുഴ മുനിസിപ്പാലിറ്റി അധികൃതർ. അശ്വതി ടാക്സി സ്റ്റാൻഡിൽ വർഷങ്ങളെ അടഞ്ഞുകിടക്കുന്ന കംഫർട്ട് സ്റ്റേഷനാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരം കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നടന്നു. പഴയരിക്കണ്ടം ആപ്കോസ് ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി MLA റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി സംഘടനയുടെ ഇടപെടൽ മൂലം കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം പഞ്ചായത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം. KSB അടിവാട് സ്കൂളിന്റെ പരിസരത്ത് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. പുതിയ ട്രാൻസ്ഫോമർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു സ്വിച്ച് ഓൺ ചെയ്തു. ഗവർണർ കേരളത്തിൽ ഭരണഘടനാതീത ശക്തിയായി മാറുന്നുവെന്ന് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന അധ്യക്ഷൻ മാത്യു T. തോമസ്. പാർട്ടിയുടെ ഇടുക്കി ജില്ലാ നേതൃയോഗം തൊടുപുഴ റെസ്റ്റ് ഹൗസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KCCC OBCC ഡിപ്പാർട്ട്മെന്റ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 56ാം ജന്മദിനം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. മദ്യപാനികൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും സൗകര്യമൊരുക്കി കൊടുത്ത തൊടുപുഴ മുനിസിപ്പാലിറ്റി അധികൃതർ. അശ്വതി ടാക്സി സ്റ്റാൻഡിൽ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന കംഫർട്ട് സ്റ്റേഷനാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. തൊടുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കംഫർട്ട് സ്റ്റേഷൻ നിരവധി ആളുകൾ ആശ്രയിച്ചിരുന്നതാണ്. ഇതാണ് ഇപ്പോൾ നാശത്തിന്റെ വക്കിലായിരിക്കുന്നത്. ടാക്സി തൊഴിലാളികൾ, ജ്യോതി സൂപ്പർ ബസാറിലെ ജീവനക്കാർ, അശ്വതി കോംപ്ലക്സിലെ ജീവനക്കാർ, വഴിയാത്രക്കാർ, അന്യ സംസ്ഥാനത്തു നിന്നും പുലർച്ചെ എത്തുന്ന ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, അങ്ങനെ അനവധി ആളുകൾ ഉപയോഗിച്ചു പോന്നിരുന്ന കംഫർട്ട് സ്റ്റേഷനാണ് വർഷങ്ങളായി യാതൊരു കാരണവുമില്ലാതെ മുനിസിപ്പാലിറ്റി അധികൃതർ അടച്ചിട്ടിരിക്കുന്നത്. വർഷങ്ങളായി ഉപയോഗിക്കാതെയും സാമൂഹ്യ വിരുദ്ധരുടെ ചെയ്തികൾ കൊണ്ടും ഇപ്പോൾ നശിച്ച അവസ്ഥയാണ്. കംഫർട്ട് സ്റ്റേഷന്റെ പരിസരത്തും സമീപത്തെ ഓടയിലും മലമൂത്ര വിസർജ്യമാണ്. ഓടയിൽ നിന്നുള്ള ദുർഗന്ധം പ്രദേശത്ത് അസഹനീയമാണ്. മഴക്കാലവും പകർച്ചവ്യാധിയുമുള്ള ഈ സാഹചര്യത്തിൽ ഈ ഓടയിലെ വെള്ളം തൊടുപുഴ ആറ്റിലാണ് എത്തിച്ചേരുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും മുനിസിപ്പാലിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരം കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നടന്നു. പഴയരിക്കണ്ടം ആപ്കോസ് ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി MLA റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി മുഖ്യപ്രഭാഷണം നടത്തി. 2026 ജൂൺ 20 മുതൽ ഇടുക്കി ജില്ലയിൽ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയിലൂടെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നടന്നു. പഴയരിക്കണ്ടം ആപ്കോസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. റോയി കെ പൗലോസ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ച് ഇടുക്കിയില്, ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ അവരുടെ ജീവന ഉപാധിയായി തന്നെ, സൈഡ് പരിപാടിയൊന്നുമല്ല, പ്രധാന ജീവന ഉപാധിയായി നമ്മുടെ നാട്ടിലെ ആളുകൾ കണ്ടിരുന്ന ഒരു സംരംഭമാണ് നമ്മുടെ കാര്യവർക്ക് എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിൽ, പ്രത്യേകിച്ച് ഇടുക്കി മേഖലയിൽ കൂടുതൽ അതിനേറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഈ മേഖലയിലുള്ളത് എന്നുള്ളതുകൊണ്ടാണ് മറ്റു പല പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇടുക്കി മേഖലയിൽ ഈ കർഷകർ ഈ തൊഴിൽ കൂടുതലായിട്ട് ചെയ്യാൻ തയ്യാറായത് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ മറ്റു പല മാർഗങ്ങളും നമുക്കില്ലായിരുന്നു. കുടിയേറ്റ കർഷകരാണ്. ഇവിടെ മറ്റ് വ്യവസായങ്ങളില്ല, വാണിജ്യങ്ങളില്ല, കമ്പനികളില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇത്തരമുള്ള സംരംഭങ്ങൾ ആവശ്യമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി മുഖ്യപ്രഭാഷണം നടത്തി. ജന്തുരോഗ നിയന്ത്രണ പദ്ധതി ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ജോർജ് വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി. മഴക്കാല രോഗങ്ങൾ, ചികിത്സയും പ്രതിവിധിയും എന്ന വിഷയത്തിൽ വെറ്ററിനറി സർജൻ അനു സുധാകരൻ ക്ലാസ് നയിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ മിനി ജോസഫ് പ്ലാങ്കാല, കഞ്ഞിക്കുഴി വെറ്ററിനറി സർജൻ നസീൽ SM,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജികുമാർ, അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ റോസ്മേരി മാത്യു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിബിച്ചൻ മാത്യു, രാജേശ്വരി രാജൻ, ഷാജി വാഴക്കാല, മോഹനൻ കടുകുമാക്കൽ എന്നിവർ പ്രസംഗിച്ചു. നിരവധി ക്ഷീര കർഷകരും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നഗരസഭ അധികൃതരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഗാന്ധി സ്ക്വയറിന് സമീപത്ത് നിൽക്കുന്ന മരത്തിൽ വന്നിരിക്കുന്ന പക്ഷികളെ നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. നിരവധി പൊതുജനങ്ങൾ കടന്നുപോകുന്ന പാതയോരം മുഴുവൻ വൃത്തികേടായ സ്ഥിതിയാണ്. നിങ്ങളുടെ തൊഴിലാളികൾക്കോ സമയമില്ല. പക്ഷികളെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കുക. വ്യാപാരി സംഘടനയുടെ ഇടപെടൽ മൂലം കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം പഞ്ചായത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം. ലീഗൽ സർവീസ് കമ്മിറ്റി വൈദ്യുതി തകരാർ പരിഹരിക്കാൻ KSEBിയുടെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് 11 kV വൈദ്യുതി ലൈൻ എത്തി നിൽക്കുന്ന ഭാഗം മുതൽ പുതിയ ലൈൻ വലിച്ച് അടിവാട് സ്കൂളിന്റെ പരിസരത്ത് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണുകയായിരുന്നു. പുതിയ ട്രാൻസ്ഫോമർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു സ്വിച്ച് ഓൺ ചെയ്തു. അടിവാടും പരിസര പ്രദേശങ്ങളിലും ഏറെക്കാലം അടിക്കടി വൈദ്യുതി തകരാർ പതിവായിരുന്നു. ഇത് വ്യാപാരികൾക്കും നാട്ടുകാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഈ വിഷയം പരിഹരിക്കുന്നതിനായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലീഗൽ സർവീസസ് കമ്മിറ്റി വൈദ്യുതി തകരാർ പരിഹരിക്കുവാൻ KSEBിയോട് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് 11 kV വൈദ്യുതി ലൈൻ എത്തി നിൽക്കുന്ന ഭാഗം മുതൽ പുതിയ ലൈൻ വലിച്ച് അടിവാട് സ്കൂളിന്റെ പരിസരത്ത് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണുകയായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോതമംഗലം ലീഗൽ സർവീസ് സൊസൈറ്റി കോടതിയിൽ ഫയൽ ചെയ്ത് 1 വർഷക്കാലം ആ കേസ് നിലനിൽക്കുകയും ആ കേസിൻ്റെ അവസാനം പോത്താനിക്കാട് AE ഗണേഷ് കുമാർ സാറ് ഞങ്ങൾക്ക് നൽകിയൊരു വാഗ്ദാനമുണ്ട്. 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇതിനൊരു തത്വ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പുലിക്കുന്നപ്പുഴയിൽ ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ സ്കൂളിൻ്റെ വെട്ടിക്കാട്ടിൽ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ്. പുതിയ ട്രാൻസ്ഫോമർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു സ്വിച്ച് ഓൺ ചെയ്തു. സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ ദ്വിതി 2 പദ്ധതിയിൽപ്പെടുത്തിയാണ് ഗ്രാമപ്രദേശങ്ങളിൽ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നത്. നിരവധിയായ പരാതികളും നമ്മുടെ ആവലാതികളൊക്കെ ബോർഡിൻ്റെ മുൻപാകെയും മറ്റും കൊടുക്കുകയും ഉപഭോക്തൃ കോടതികളിൽ കൊടുത്തതിന് ശേഷം അവിടെ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെയും അതുപോലെ നമ്മുടെ വൈദ്യുതി ബോർഡിലെ AE ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വളരെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, പിടവൂർ അടിവാടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള പിടവൂർ പ്രദേശം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി അടിവാട് സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് ഇത് വിച്ഛേദിക്കുമ്പോൾ നമുക്ക് അടിവാട് പ്രദേശത്തു കൂടി ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എന്നതാണ് ഈ സ്കീമിൻ്റെ പ്രത്യേകത. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുക്സിന ഷിഹാബ്, പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ, ഷൗക്കത്ത് MB, ആൻസി ഹാരിസ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് MM അലിയാർ, സെക്രട്ടറി MA ഷെറു, ട്രഷറർ ജോസ് കണ്ടോത്ത്, വ്യാപാരി യൂത്ത് വിംഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷംജൽ PM, വ്യാപാരി സംഘടനാ ഭാരവാഹികളായ MM അബ്ദുൾ റഹ്മാൻ, ഉമ്മർ കുഞ്ചാട്ട്, ഷാഫി MB, ഇൻഫാൽ ബിസ്മി, ഉബൈസ് മുക്കട, ആഷിഖ് കൊളത്തായി, അൻവർ NA, പോത്താനിക്കാട് KSEB എഞ്ചിനീയർ ഗണേഷ് കുമാർ, സബ് എഞ്ചിനീയർ അമൽ ജോർജ്, ഓവർസിയർമാരായ അഷറഫ് NM, ഇമ്രാൻ റഹീം, എൽദോ KM, അബു KM എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ നഗരത്തിൽ കോവൽ കൃഷി സജീവമാക്കിയിരിക്കുകയാണ് KSEB. നഗരത്തിലെ ഓരോ ഇലക്ട്രിക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചാണ് കൃഷി വ്യാപകമാക്കിയിരിക്കുന്നത്. ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ കോവൽ തളിർത്ത് പൂത്തു നിൽക്കുകയാണ്.
ഗവർണർ കേരളത്തിൽ ഭരണഘടനാതീത ശക്തിയായി മാറുന്നുവെന്ന് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ്. പാർട്ടിയുടെ ഇടുക്കി ജില്ലാ നേതൃയോഗം തൊടുപുഴ റെസ്റ്റ് ഹൗസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ISJD ജില്ലാ പ്രസിഡന്റ് CH അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി വകുപ്പ് നേതാക്കളെ നേരിട്ട് വിളിച്ചു വരുത്തി ചർച്ച നടത്തിയിട്ടും അതിനോട് പ്രതിഷേധിക്കുവാൻ സതീശൻ സർക്കാർ തയ്യാറാവാത്തത് തെരഞ്ഞെടുപ്പ് കാലത്തെ കോൺഗ്രസ് BJP ഡീലിന്റെ പ്രതിഫലനമാണെന്ന് പൊതുസമൂഹം ന്യായമായും സംശയിക്കുമെന്ന് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ് ആരോപിച്ചു. പാർട്ടിയുടെ ഇടുക്കി ജില്ലാ നേതൃയോഗം റെസ്റ്റ് ഹൗസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ISJD ജില്ലാ പ്രസിഡന്റ് CH അഷ്റഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ PP അനിൽകുമാർ, A മോഹൻദാസ്, ഷിജു തുങ്ങോല, രഞ്ജു K പൗലോസ്, MA ജോസഫ്, സഫിയ ജബാർ, മനു AR, അജി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാത്തിരിപ്പിന് വിരാമം. മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് SUV തൊടുപുഴയിലും. മാരുതിയുടെ വിറ്റാരയുടെ ഡിസ്പ്ലേ ആരംഭിച്ചു. വെങ്ങല്ലൂർ ഇൻഡസ് അരീനയുടെ നേതൃത്വത്തിലാണ് മെഗാ ടെസ്റ്റ് ഡ്രൈവ് തൊടുപുഴയിൽ ആരംഭിച്ചിരിക്കുന്നത്. ആകർഷകമായ ഓഫറുകളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാരുതിയുടെ ഏറ്റവും പുതിയ വെഹിക്കിളായ വിറ്റാരയുടെ ഡെലിവറിയാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇന്നലെ ഇന്നുമായിട്ടാണ് തൊടുപുഴ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഡിസ്പ്ലേയിലേക്ക് വരുന്ന എല്ലാവർക്കും നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനുള്ള സൗകര്യമുണ്ട്. അതേപോലെ ഫ്രീ ചെക്കപ്പ് ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വിറ്റാരയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാരുതിയുടെ വിപ്ലവകരമായൊരു തുടക്കമാണ് ഇലക്ട്രിക് വാഹനത്തിലൂടെ വന്നിരിക്കുന്നത്. അത്യാവശ്യം കസ്റ്റമേഴ്സിനെല്ലാം നല്ലൊരു അഭിപ്രായം തന്നെയാണ് വണ്ടി ഡെലിവറി ചെയ്തവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരും പറയുന്നത്. നമുക്ക് 2 ടൈപ്പ് ബാറ്ററി പാക്കപ്പിലാണ് വാഹനം വരുന്നത്. ഒന്ന് 440 കിലോമീറ്റർ റേഞ്ച് വരുന്ന 49 കിലോ വാട്ടിൻ്റെ വാഹനവും അതേപോലെ 543 റേഞ്ച് വരുന്ന 61 കിലോ വാട്ടിൻ്റെ വാഹനവുമാണ് ഇപ്പോൾ നമുക്ക് ഈ വിറ്റാരയിൽ വരുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേയിലേക്ക് ആകർഷകമായി വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനുള്ള സൗകര്യവും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് വാല്യുവേഷൻ സെക്കൻഡ് വാഹനമായിട്ട് വരുന്നവർക്ക് നമുക്ക് എക്സ്ചേഞ്ചിനുള്ള സൗകര്യം കൂടെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. KPCC OBC ഡിപ്പാർട്ട്മെന്റ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 56ാം ജന്മദിനം ആഘോഷിച്ചു. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. KPCC OBC ഡിപ്പാർട്ട്മെന്റ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 56ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് പാർട്ടിയെ നയിച്ചയാളാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ ഭരണത്തിലില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പാർട്ടി ഏറ്റവും കൂടുതൽ ഗുരുതരമായ ഒരു വീഴ്ചയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഈ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ നമുക്കറിയാം. 13ാം വയസ്സ് മുതൽ അദ്ദേഹം അനുഭവിച്ചു വന്ന ഇത്രയും ഈ 56 വയസ്സിനിടയ്ക്ക് ഇത്രയേറെ ത്യാഗപൂർണമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവിനുപരി ഒരു വ്യക്തി തന്നെ ഇന്ത്യയിലുണ്ടോ എന്ന് നാം പരിശോധിക്കണം. അത്രയേറെ നമുക്കറിയാം, ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള യാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി, അതും വർഗീയ ശക്തികളെ ഒന്നടങ്കം എതിർത്തുകൊണ്ട് എല്ലാ വിഭാഗങ്ങളും എതിർക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ പ്രാപ്തനായ രാഹുൽ ഗാന്ധിയുടെ 56ാം ജന്മദിനം അദ്ദേഹത്തിനുള്ള എല്ലാ ജന്മദിന സന്ദേശവും അറിയിക്കുന്നു. കട്ടപ്പന രാജീവ് ഭവനിൽ നടന്ന പരിപാടിയിൽ OBC ഡിപ്പാർട്ട്മെന്റ് ജില്ലാ ചെയർമാൻ സന്തോഷ് പണിക്കർ അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി തോമസ് രാജൻ ജന്മദിന സന്ദേശം നൽകി. കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, KD ജയപ്രകാശ്,
പ്രശാന്ത് ഞവരക്കാട്ട്, രാജപ്പൻ പാമ്പൂരി, രാജു വെട്ടിക്കൽ എന്നിവർ പ്രസംഗിച്ചു. യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജ്യത്ത് നടത്തുന്ന ഈ പ്രക്ഷോഭ പരിപാടികളും ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇന്ന് രാജ്യം വളരെ വ്യക്തമായി വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിനെല്ലാം ചവിട്ടിമെതിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ജുഡീഷ്യറി ആണെങ്കിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആണെങ്കിൽ പോലും അതെല്ലാം ഇന്ന് പണാധിപത്യത്തിലേക്കും അധികാരത്തിൻ്റെ ശീതളഛായയിലേക്കും മാറുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് പ്രിയപ്പെട്ട രാഹുൽജി. തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. ഇതിന്റെ അപ്പ വാങ്ങി തന്നതാ. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ, വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി തൊടുപുഴ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വിലക്കുറവിന്റെ പൂരം, അതും നമ്മുടെ തൊടുപുഴയിലും. ഒലിവ് പൂരം 2026. ഈ ഓഫറിൽ വരുന്ന ആദ്യത്തെ ഐറ്റം വെറും 13,900 രൂപയ്ക്ക് ക്യൂൻ സൈസ് കോട്ടൺ മാട്രസ്. മഹാഗണി വുഡില് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 6 ചെയറും 24,900. 5x3 സൈസിൽ വരുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 11,900. ഈ കാണുന്ന 3 ഡോർ ബെഡ്റൂം പാക്കേജ് 26,900. ഈ കാണുന്ന പ്രീമിയം ലാമിനേറ്റഡ് ബെഡ്റൂം പാക്കേജ് 35,900. വെറും 16,900 ഈ കാണുന്ന 6 സീറ്റർ കോർണർ സോഫ. 1 ലക്ഷം രൂപ വില വരുന്ന ഈ പ്രീമിയം സോഫയൊക്കെ വെറും 47,000 രൂപ. ഈ കാണുന്ന പ്രീമിയം പോക്കറ്റ് സ്പ്രിംഗ് സോഫ വെറും 35,500. 85,000 റേഞ്ചിൽ വരുന്ന ഈ കോർണർ സോഫയ്ക്ക് വെറും 35,000. ഈ കാണുന്ന 3+1 സോഫാസിന് വെറും 29,900. ഈ ഓഫർ എല്ലാം ഒലിവ് ഫർണിച്ചറിന്റെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഓഫർ ആരും മിസ്സാക്കണ്ട. തൊടുപുഴയുള്ള നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ മൈത്രി മോട്ടോഴ്സിന് എതിർവശം ഒലിവ് ഫർണിച്ചർ. വാർത്തകൾ തുടരുന്നു. ആൻഡോ കവലക്കാട്ട് രചിച്ച വികാസ് നഗർ ബാലനോവലിന്റെ ഹിന്ദി പതിപ്പ് കവർ പ്രകാശനം വായനാ ദിനത്തിൽ എഴുത്തുകാരൻ M. കൃഷ്ണദാസ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നിർവഹിച്ചു. ആനന്ദ് ബാലൻ കവർ ഡിസൈൻ ചെയ്ത പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അക്ഷര പബ്ലിക്കേഷനാണ്. വെട്ടിമറ്റം പഞ്ചായത്ത് LP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. വാർഡ് മെമ്പർ പ്രദീപ് പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് റെജീന K. ജോസ് സ്വാഗതം ആശംസിച്ചു.
MPTA പ്രസിഡന്റ് സബീർ അധ്യക്ഷത വഹിച്ചു. TT മഞ്ജുഷ കുട്ടികൾക്ക് വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തോമസ് കുഴിഞ്ഞാൽ മുഖ്യപ്രഭാഷണം നടത്തി. ഭാഗ്യ ജ്യോതിഷ് പുസ്തക പരിചയം നടത്തി. VH ഹസീന കൃതജ്ഞത രേഖപ്പെടുത്തി. പുസ്തകത്തൊട്ടിൽ ഒരുക്കി വായനാ ദിനം ആചരിച്ച കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂൾ പ്രധാന അധ്യാപക സിസ്റ്റർ നമിത പുസ്തകത്തൊട്ടിൽ പുസ്തകം നിക്ഷേപിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും 10,000-ലധികം വരുന്ന പുസ്തകങ്ങൾ പുസ്തകത്തൊട്ടിൽ വഴി വിദ്യാർത്ഥികൾക്ക് നൽകുവാനാണ് പദ്ധതിയുടെ ലക്ഷ്യം. വായനാ ദിനാചരണ ചടങ്ങിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ വായനയുടെ കളിത്തൊട്ടിൽ ഒരുക്കുവാനായി പുസ്തകത്തൊട്ടിൽ ഒരുക്കി. സ്കൂളിലെ വായനാ ദിന ആഘോഷ പരിപാടികൾ സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ നമിത പുസ്തകത്തൊട്ടിലിൽ പുസ്തകം നിക്ഷേപിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് വായനാ ദിന സന്ദേശവും നൽകി. എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ ദിവസവും എല്ലാ വർഷവും ജൂൺ 19 കേൾക്കുന്ന ഈ പ്രസംഗങ്ങളൊക്കെ ഇന്നത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വെള്ളത്തിൽ വരയ്ക്കുന്ന വരകൾ പോലെ മിക്കതും ഫലശൂന്യമായി പോകുന്ന ഒരവസ്ഥയിലാണ്. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും 10,000-ലധികം വരുന്ന പുസ്തകങ്ങൾ പുസ്തകത്തൊട്ടിൽ വഴി വിദ്യാർത്ഥികൾക്ക് നൽകുവാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളും പുസ്തകത്തൊട്ടിൽ വഴി മറ്റു കുട്ടികൾക്ക് വായിക്കുവാനായി പുസ്തകത്തൊട്ടിലിൽ നിക്ഷേപിക്കാം. ഒരാഴ്ച സമയം കൊണ്ട് വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും 5 പുസ്തകങ്ങളെങ്കിലും വായിക്കുവാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. സ്കൂളിലെ 1000-ലധികം കുട്ടികളിൽ നിന്നും അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നുമായി 4,000-നും 5,000-നും ഇടയിൽ പുസ്തക വായനകളാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ബാലപ്രസിദ്ധീകരണങ്ങളും നിരവധിയായ മറ്റു പുസ്തകങ്ങളും ഉൾപ്പെടുത്തിയാണ് പുസ്തകത്തൊട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിലേക്ക് വായിക്കുന്നതിനുള്ള പുസ്തകങ്ങളുടെ വിതരണവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സമീപ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി വായിക്കാനുള്ള പുസ്തകങ്ങൾ നൽകിയപ്പോൾ വഴുത്തല സെന്റ് ആന്റണീസ് LP സ്കൂൾ ഹെഡ്മാസ്റ്റർ ജെയ്മോൻ ഫിലിപ്പ്, പുറപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനി കുര്യൻ, കരിങ്കുന്നം ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപിക ആശ SK എന്നിവർ അതത് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി. അധ്യാപകരായ വിജയ് മാത്യു, ജിനോ തോമസ് എന്നിവർ പുസ്തക വിതരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടവമാസ പെരുമഴ പെയ്തരാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു. ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. വായന നമ്മുടെ ഭാവന ശക്തി വളർത്തുകയും ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണുകളിലും ടെലിവിഷനിലും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. എന്നാൽ വായനയ്ക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചാൽ അത് നമ്മുടെ അറിവ് വർദ്ധിക്കാനും ആത്മവിശ്വാസം കൂടാനും സഹായിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥി ആൽബിൻ കാരുപ്ലാക്കലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിക്ക് സീനിയർ അസിസ്റ്റന്റ് സിസ്റ്റർ സിജ, അധ്യാപകരായ വിജയ് മാത്യു, അനീഷ് ഫിലിപ്പ്, സിസ്റ്റർ ജോസിനി, നീതു ബെന്നി, ഷെറിൻ ഷാജി, റിജോ ജോസ്, അഗസ്റ്റിൻ ജോസ്, സജി ജേക്കബ്, സിജോ മോൻ, ജോബിന, മിഥുൽ, സ്റ്റാഫ് സെക്രട്ടറി ജിനോ തോമസ്, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിങ്കുന്നം. വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തി. പ്രമുഖ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ ജേതാവുമായ മോബിൻ മോഹൻ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും പ്രാദേശിക എഴുത്തുകാരെയും അവരുടെ പുസ്തകങ്ങളെയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ വർഷം മുതൽ ആരംഭിക്കുന്ന എഴുത്തരങ്ങ് പദ്ധതിയുടെ ഉദ്ഘാടനവുമാണ് നടത്തിയത്. സെന്റ് തോമസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടികൾ പ്രമുഖ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമിയും യുവ പുരസ്കാർ ജേതാവുമായ മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ വായിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ജീവിതം മാത്രമല്ല മറ്റനേകം ജീവിതങ്ങളിലൂടെ കടന്നുപോകും. ജോർജ് മാർട്ടിൻ എന്ന് പറയുന്നൊരു വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞൊരു വാക്യമാണ്, വായിക്കാത്ത വ്യക്തി സ്വന്തം ജീവിതം ജീവിച്ച് മരിക്കുമ്പോൾ വായിക്കുന്ന ഒരു വ്യക്തി അനേകം മനുഷ്യരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോവുകയും അനേകം മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ ആ ജീവിതത്തിന് കരുത്തായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മണ്ണ് എന്ന് വിചാരിച്ച് അവിടെ ജീവിക്കുന്ന മനുഷ്യർ
ഒരു നിമിഷം കൊണ്ട് അവിടെ നിന്നും കുടിയിറക്കപ്പെടുമ്പോൾ, അഭയാർത്ഥികളാക്കപ്പെടുമ്പോൾ അവരുടെ വേദനകൾക്കൊപ്പം സഞ്ചരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? വായനയിലൂടെ കഴിയും. ഇതാണ് വായന നൽകുന്നത്. അനുഭവങ്ങളിൽ നിന്നും അനുഭവങ്ങളിലേക്ക് മാറുക എന്നുള്ളത്. കൂടുതൽ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർക്കുക എന്നുള്ളതാണ് വായനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിലെ എഴുത്തുകാരെയും അവരുടെ പുസ്തകങ്ങളെയും എഴുത്തുകാർ തന്നെ പരിചയപ്പെടുത്തുന്നതാണ് പുതിയ പദ്ധതി. പദ്ധതിയിൽ പങ്കാളിയായ ആദ്യ എഴുത്തുകാരനായ മോബിൻ മോഹൻ തന്റെ പുസ്തകത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. തുടർന്ന് പോസ്റ്റർ മത്സരത്തിലും കവിതാ ആലാപനത്തിലും വിജയികളായ കുട്ടികളെ അനുമോദിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് പുത്തൻപുര അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ്, ജോബിൻ കളത്തിക്കാട്ടിൽ, ക്ലബ് കൺവീനർ ജോബിമോൾ കെ ജെ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യപാനികൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും സൗകര്യമൊരുക്കി കൊടുത്ത തൊടുപുഴ മുനിസിപ്പാലിറ്റി അധികൃതർ. അശ്വതി ടാക്സി സ്റ്റാൻഡിൽ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന കംഫർട്ട് സ്റ്റേഷനാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരം കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നടന്നു. പഴയരിക്കണ്ടം ആപ്കോസ് ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി MLA റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി സംഘടനയുടെ ഇടപെടൽ മൂലം കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം പഞ്ചായത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം. KSB അടിവാട് സ്കൂളിന്റെ പരിസരത്ത് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. പുതിയ ട്രാൻസ്ഫോമർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു സ്വിച്ച് ഓൺ ചെയ്തു. ഗവർണർ കേരളത്തിൽ ഭരണഘടനാതീത ശക്തിയായി മാറുന്നുവെന്ന് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ്. പാർട്ടിയുടെ ഇടുക്കി ജില്ലാ നേതൃയോഗം തൊടുപുഴ റെസ്റ്റ് ഹൗസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KCCC OBCC ഡിപ്പാർട്ട്മെന്റ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 56ാം ജന്മദിനം ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.